ശ്രീകുമാർ, ഇപ്പോൾ ഈ രാഹുൽ ഈ ഈ വോട്ടുകൊള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയ ആ വാർത്താ സമ്മേളനം, അതിനുശേഷം രാഹുലിന് 13 ലക്ഷം ഫോളോവേഴ്സാണ് കൂടിയത്. 60 കോടിയിൽ ഏറെ പേർ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫേസ്ബുക്കിലാകട്ടെ 6 ലക്ഷം കൂടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എന്നുള്ളത്. മോദിക്കത് 1.8 ലക്ഷം പേരാണെങ്കിൽ രാഹുലിന് അതിലപ്പുറം കൂടിയിരിക്കുന്നു, ഇരട്ടിയിലധികമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധിക്ക് ഗുണം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും പേർ കണ്ടിരിക്കുന്നു. രാഹുലിനെ വിമർശിക്കാനാണെങ്കിൽ കൂടി അത് പൂർണ്ണമായും കണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. ആ നിലയ്ക്ക് അത് ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തൽ പാർട്ടി നടത്തുമ്പോഴാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. നേരത്തെ ജിതിൻ്റെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ എത്രത്തോളം ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ വരുന്നു. ഇപ്പോൾ ഈ എക്സ് പോസ്റ്റിലാണെങ്കിൽ തന്നെയും വേറെ ഒരു വലിയ ഉന്നത നിലവാരത്തിൽ എന്ന് പറയാവുന്ന ഒരു ഗ്രൂപ്പിന് മാത്രം മനസ്സിലാവുന്ന രൂപത്തിലുള്ള പോസ്റ്റുകളാണ് കാര്യമില്ലല്ലോ. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ആ രൂപത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നു? ഇപ്പോൾ ഇൻസ്റ്റയുടെ കാര്യം വേറെ, അത് കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് ബൽറാം ഫേസ്ബുക്ക് നന്നായി ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹം എന്താണ് സാധാരണഗതിയിൽ ഇടാറുള്ള പോസ്റ്റുകൾ? ഈ രാഷ്ട്രീയമായി കണ്ട് രാഷ്ട്രീയ വിമർശനങ്ങളാണോ സാധാരണഗതിയിൽ നടത്താറുള്ളത്, അതോ വ്യക്തിയാധിക്ഷേപമാണോ? ആ രൂപത്തിൽ കൂടി അതിനെ വിലയിരുത്തേണ്ടി വരും. നോക്കൂ ശ്രീമതി സ്മൃതി, ഈ സോഷ്യൽ മീഡിയ മറ്റേ രാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രതിപക്ഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടത്തുന്ന പ്രചാരണവും രണ്ടും രണ്ടാണ്. ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞല്ലോ, അദ്ദേഹം ആ വിഭാഗത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി തലവനാണല്ലോ. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഏതാണ്ട് 10-25 ജില്ലകളിൽ ബീഹാറിൽ യാത്ര നടത്തി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, ഒന്നാമത്തെ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, പിന്നെ ആ കാലത്ത് നമ്മുടെ ഭരണഘടനയുടെ 130-ാം ഭേദഗതി ആ സമയത്താണ് ബില്ല് കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെൻറ്. എന്താണത്? ജയിലിൽ കിടക്കുന്നത്, ഇത്ര വർഷം ജയിലിൽ കിടന്നാൽ പിന്നെ മത്സരിക്കാനേ പറ്റില്ല. അതൊക്കെ ബീഹാറിലത്തെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വായിക്കണം. പിന്നെ ബീഹാറിലത്തെ ഈ ബി ഡിയുടെ തീരുവ കുറച്ച കാര്യങ്ങളൊക്കെ അവിടുത്തെ കോൺഗ്രസ് അത് പറഞ്ഞ് പ്രതിഫലിപ്പിച്ചിട്ടൊക്കെ അത് പ്രചരണം നടത്തിക്കോളും. അപ്പോൾ അതിന് ബി ജെ പി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ബി ജെ പിയുടെ മുമ്പിൽ 2-3 കാര്യങ്ങളുള്ളൂ. എന്താണത്? ബി ജെ പിക്ക് ബീഹാറിൽ എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം രാഹുൽ ഗാന്ധി 3 യാത്ര നടത്തി, അറിയാമല്ലോ. ഒന്ന് ഭാരത് ജോഡോ യാത്ര, ഒന്ന് ഭാരത് ജോഡോ ന്യായ് യാത്ര, മൂന്നാമത്തേത് നമ്മുടെ ഈ വോട്ട് യാത്ര. ഈ 3 യാത്രയും 2 യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയുടെ ഏകകക്ഷി ഭരണം എന്നുള്ള സ്വപ്നം പരാജയപ്പെട്ടു. ഇതിപ്പോൾ 3ാമത്തെ യാത്ര ബീഹാറിൽ നടത്തിയപ്പോൾ അവിടെ നടന്ന ജനക്കൂട്ടം എന്തായാലും ബി ജെ പി അമ്പരിപ്പിച്ചിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ദേശീയ നേതാക്കൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാക്കും, മാധ്യമങ്ങൾ ചർച്ചയാക്കും, അഭിപ്രായ സ്വരൂപകരെ ചർച്ചയാക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ ബീഹാറിലത്തെ കുഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾ, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഇത് ചർച്ചയാവില്ല. അങ്ങനെ ചർച്ചയാകാതിരിക്കുമ്പോൾ അവിടെ ചർച്ചയാക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്ന് വെക്കുക. അവിടെ അതിലും വലിയ ദുരന്തം നേരിടുകയാണ് അവർ, ഈ ബി ജെ പി മറ്റേ ജെ ഡി യു ഭരണത്തിന് കീഴിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിലെ വിഷയം എന്താണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് അറിയില്ല. ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നറിയില്ല എന്നൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതി ഒന്ന് പറയാൻ പാടുമോ? കാരണം സോഷ്യൽ മീഡിയയുടെ തലപ്പത്തുള്ള ആരാന്നൊരു പക്ഷേ പുറത്തറിയും. സോഷ്യൽ മീഡിയ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കലാണ്. അത് കോൺഗ്രസ്സിൽ ആരാ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് വെച്ചാൽ ഒരുപാട് പേരുണ്ടാവും ആശയങ്ങൾ പങ്കുവയ്ക്കില്ല. അത് ചില ആശയങ്ങൾ ഒന്ന് തെറ്റിപ്പോകും, അല്ലെ വീഴ്ച സംഭവിക്കും, തെന്നിപ്പോകും, അതൊക്കെ ശരിയാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു നിമിഷം കൊണ്ട് ഫേസ്ബുക്കിൽ ഇടുകയല്ലേ. അപ്പോൾ ഇല്ലെന്ന് പറയുന്നില്ല, തെറ്റിപ്പോകും. പക്ഷേ അതിൻ്റെ പേരിലൊന്നും കേരളത്തിൽ സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ വേറെ അർത്ഥമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ്, ഈ കോൺഗ്രസ്സിലെ അച്ചടക്ക നടപടി, ബി ടി ബൽറാമായിട്ട് ബന്ധപ്പെട്ട്, ബൽറാമിനെതിരെ അച്ചടക്ക നടപടിയല്ല, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പി പറഞ്ഞിട്ട് കുഴപ്പമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് സ്ഥാനത്ത്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും KPCC മാറ്റി നിർത്തിയല്ലോ. ബി ജെ പിയുടെ ഒരു നേതാവിന് നേരെ ഇത് വന്നിട്ട് ആ നേതാവ് ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? അപ്പോൾ സംഘടനാപരമായ തീരുമാനം എടുക്കാൻ ആർജവും ശക്തിയും കഴിവുള്ള പാർട്ടി ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്ന് ഇപ്പം നമ്മൾ 3 പേരിലും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്, സ്മൃതി പറഞ്ഞ പോലെ ആക്ഷേപകരമായ കാര്യങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ കാലിക വിഷയങ്ങളിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് വികാരം കൊണ്ടെടുത്ത് പ്രതികരിക്കും. ആ പ്രതികരണം നല്ലതായിരിക്കും, കാരണം എതിർ ക്യാമ്പുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രതികരണമായിരിക്കും. പക്ഷേ പിന്നീട് ഇത് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ സ്വഭാവം മാറിപ്പോകും. പക്ഷേ അങ്ങനെയല്ല ശ്രീകുമാർ, സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ അഴിമതി പറയുന്നു, പോലീസിന്റെ അതിക്രമം പറയുന്നു, ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ടല്ലോ.
വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാധാരണ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷനുകൾ മുടങ്ങിയ പ്രശ്നങ്ങൾ എന്തൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്? എന്തൊക്കെ വിഷയങ്ങൾ ഊന്നി നിന്നുകൊണ്ട് വലിയ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്? ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പിന്നെന്താ, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നടത്തുന്ന പത്രസമ്മേളനങ്ങളിലെ വിവരങ്ങളും ഈ ഗവൺമെൻറ് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസിനുണ്ട്. അത് മാത്രം ഞാനൊരു കാര്യം കൂടെ പറയാം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്, CPM, BJP ഈ 3 കക്ഷികൾക്കാണ് സോഷ്യൽ മീഡിയ ശക്തമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ സെറ്റപ്പ് ഇന്ന് കോൺഗ്രസിലാണ്. CPMൽ അതൊന്ന് മരവിച്ചു പോയി. എന്താ മരവിക്കാൻ കാരണം? അവർ ഒരു അധികമായിട്ടുള്ള ഒരു വികാരപ്രകടനം നടത്തിയപ്പോൾ അവരുടെ പാർട്ടി നേതാക്കൾ അതിനെ തള്ളി പറഞ്ഞു. കാര്യം കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ടീമിനെ തള്ളി പറഞ്ഞു. അറിയാമല്ലോ ഓരോ മറ്റേ പല രീതിയിലുള്ള പേരുകൾ വന്നത്. ആരാ തള്ളി പറഞ്ഞേ? കണ്ണൂരിലത്തെ CPM നേതാക്കളല്ലേ. അതുകൊണ്ട് അവിടെ ഒരു മരവിപ്പ് വന്നു. നേരെ മറിച്ച് ഇപ്പുറത്ത് തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില വാചകങ്ങൾ തെന്നിപ്പോകും. അത് തെറ്റാണ്, അതിൽ യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മളെ ഈ ബീഹാർ വിഷയം ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന സംവിധാനം നന്നായി ഭരണ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ശ്രീകുമാർ. അത് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും കൃത്യമായി നടത്തുന്നുണ്ട്. കേരളത്തിലെ അല്ലല്ല, നോക്കൂ സ്മൃതി, ഞാൻ പറഞ്ഞതല്ല, രാഷ്ട്രീയമായ ആരോപണങ്ങളും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണ നേട്ടങ്ങളും ഭരിക്കുന്ന രണ്ടാണ്. ഭരണ നേട്ടങ്ങൾ PRD ഇറക്കിയ പത്രക്കുറിപ്പ് അത് പ്രചരിപ്പിച്ചാൽ മതി. അതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? കണക്കുകൾ തെറ്റാണെന്ന് നമ്മൾ എത്രയോ തവണ നമ്മൾ കണക്കുകളെ വികസനത്തെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. ഒക്കെ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞ് മടുത്തുപോയില്ലേ? അത് വേറൊരു വിഷയം. അവരുടെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ പറയാം. ഈ വടക്കേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനം ഈ CPMന്റെ IT സെൽ എന്താ ചെയ്തത്? ഇനിയിപ്പോൾ BJPയുടെ കാര്യം തന്നെ നോക്കാം. BJPയുടെ ഇക്കാര്യത്തിൽ BJPയുടെ ശക്തമായൊരു പ്രതികരണമോ പോരാട്ടമോ വന്നിരുന്നോ ഈ കുന്നംകുളം കാര്യത്തിൽ? അതെന്താ വരാത്തത്? അവിടെ കോൺഗ്രസ് അല്ലേ എപ്പോഴും മുന്നിട്ടുന്നത്. അപ്പോൾ കോൺഗ്രസ് അവിടെ എന്തുകൊണ്ടാണ് മുന്നിട്ടിരിക്കാൻ കാരണം? അത് ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ഒരു മനുഷ്യനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ട് അത് ഇത്രയും നോക്കൂ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അടുത്ത കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പൊതു തിരഞ്ഞെടുപ്പിലും ഈ ക്ലിപ്പുകൾ, ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് മാത്രം മതി കേരളത്തിലെ CPMന്റെ അന്ത്യം കുറിക്കുന്നത് മാത്രം മതി. അവിടെ BJP ഒരു ഘടകമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം ശക്തി എന്നൊക്കെ അവർ പറയാമെന്നല്ലാണ്ട് അവരെ ജയിക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവരെ ഞാൻ മാറ്റി നിർത്തുകയാണ്. അതിപ്പോൾ ആക്ഷേപമൊന്നും അല്ല കേട്ടോ. കാരണം രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിലൊരു മൂന്നാം കക്ഷിക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അവർ പിന്നെ വളർന്നു വരുന്ന വേട്ടമൊക്കെ അപ്പം സംസാരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ അപ്രസക്തമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ പ്രസക്തമാകുന്ന എന്തുകൊണ്ടാണ്? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ കേരള ഘടകത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അത് വേറെ വിഷയം, അതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു, ഇതിലിപ്പോൾ CPMോ BJPയോ ഇവിടെ ഒരു വിഷയമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സോഷ്യൽ മീഡിയ വിഷയമാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ ശക്തമായ ടീമുണ്ട് കോൺഗ്രസ്സിന് ഇവിടെ കേരളത്തിൽ. അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ചീത്തക്കാര്യം ചെയ്താൽ അതല്ലേ പ്രതിഫലിച്ച് നീക്കുക, പുറത്തേക്ക് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നീക്കുക. അത് സംഭവിച്ചു പോയി. ആ സംഭവിച്ചത് പിഴവ് തിരുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് വെച്ച് ബീഹാറിൽ ജയിക്കാമെന്ന് BJP കണക്ക് കൂട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ ബീഹാറിലെ വിഷയം വേറെയാ. അവിടെ 25 ജില്ലകളിൽ 1400-1500 കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടത്തിയ പര്യടനം അവിടെ കിടക്കുക. അവിടെ ഈ കേരളത്തിലെ KPCCയുടെ സോഷ്യൽ മീഡിയ സെല്ല് ഇട്ട ഒരു പരാമർശം പിൻവലിച്ചു. ആ പിൻവലിച്ച പരാമർശം അവിടെ എങ്ങനെ പ്രചരിപ്പിക്കുന്ന പറയുന്നത്? അത് ദേശീയ തലത്തിൽ ഇവർക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാം. രണ്ടായിട്ടാണ് കാണേണ്ടത്. ഒന്ന്, അടിസ്ഥാന വർഗത്തിലേക്കുള്ള പ്രചരണ സംവിധാനം. രണ്ട്, ഈ അപ്പുറത്തലങ്ങളിലേക്ക്, ഉന്നതലങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സെറ്റപ്പ്, പത്രങ്ങളെ, ചാനലുകളെ ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള വിഷയം. അതിൽ BJPക്ക് ഇട്ടുകൊടുക്കാം. കാരണം അവർക്കുള്ള സംവിധാനം അവിടെയുണ്ട്. പക്ഷേ ബീഹാറിലെത്തുമ്പം അവിടെ നമ്മുടെ RJDയും അതുപോലെ തന്നെ ലല്ലു തേജസ്വിയുടെ പാർട്ടിയും രാഹുലിൻ്റെ പാർട്ടിയും കൂടെ നന്നായിട്ട് നോക്കിക്കൊള്ളും. അതിൽ BJP കഷ്ടപ്പെടേണ്ട കാര്യം, എല്ലാവരും ബുദ്ധിമുട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ 130 ഭരണഘടനാ ഭേദഗതി ബില്ല് ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഇല്ലല്ലോ. പിന്നെ അവർക്ക് അവിടെ ബീഹാറിലെ ഒരു ഇദ്ദേഹം പറഞ്ഞെന്താ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മുടെ BJPയുടെ സുഹൃത്ത് എന്തെങ്കിലും പറഞ്ഞത് പദ്ധതി പ്രഖ്യാപിച്ച എപ്പോഴാണ്? തിരഞ്ഞെടുപ്പ് എപ്പോഴാണ്? നവംബറിലാണ്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതുകൊണ്ടൊന്നും BJPക്ക് അവിടെ ഒരു നേട്ടം കൊയ്യാൻ പറ്റില്ല. 3 യാത്രകളിൽ 2 കഴിഞ്ഞപ്പോൾ BJPയുടെ 4 കാലിൽ നിൽക്കേണ്ട BJP 3 കാലിലേക്കായല്ലോ. ഏകകക്ഷി രണ്ടുപേരല്ലേ താങ്ങി നിർത്തുന്നത്, 2 പ്രാദേശിക പാർട്ടികളെ. 2 യാത്ര കഴിഞ്ഞപ്പോഴേക്കും ബീഹാറിലെ യാത്ര കഴിയുമ്പോൾ അവിടെ എന്താണെന്നുള്ളത് നമുക്ക് നവംബറിൽ കാണാം. ഞാൻ അവകാശം ഉന്നയിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ ജനക്കൂട്ടം, സ്മൃതി പറഞ്ഞ പോലെ ഈ ഫോളോവേഴ്സ് കൂടുന്നതെന്ന് ഞാൻ കാര്യമൊക്കെ എടുക്കുന്നില്ല. പക്ഷേ ഫോളോവേഴ്സ് കൂടിയോ? എന്തുകൊണ്ടാണ് കൂടുന്നേ? രാഹുൽ ഗാന്ധി വരെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഒന്നിനും ഒരു കഴിവില്ലാത്ത മനുഷ്യൻ. ഇന്ന് കഴിവില്ലാത്ത മനുഷ്യനെ ആരാ അംഗീകരിക്കാത്ത? എല്ലാ അഭിപ്രായ സ്വരൂപകരും, എല്ലാ സോഷ്യൽ മീഡിയ താരങ്ങളും, എല്ലാ ലോകരാജ്യങ്ങളും, BJPയിലെ തന്നെ ചില സുഹൃത്തുക്കളും
ആ നേതാവിനെ അംഗീകരിച്ചില്ലേ? ഇന്ത്യ സഖ്യം ഒന്നായില്ലേ? ഇന്ത്യ സഖ്യം എവിടെ? വേർതിരിഞ്ഞു പോയില്ലേ? വേറിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞവർക്ക് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണെന്ന് ഈ മൂന്നാം യാത്ര തെളിയിച്ചില്ലേ? ഈ മൂന്നാം യാത്രയാണ് BJPയുടെ കണ്ണു തുറപ്പിക്കുക, സംശയം വേണ്ട. ശരി. Debate with Smriti Parathikkad.